സമയം ഏതാണ്ട് 4-4:30 ആയിട്ടുണ്ടാവും. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എൻ്റെ പതിവ് 4:30 എന്നും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കാച്ചു വരാൻ സമയമായിട്ടുണ്ട്. അപ്പം പോവാൻ റെഡി ആയപ്പോൾ അമ്മ പറഞ്ഞു ഞാനും കുഞ്ഞിനും കൂടെ വരാമെന്ന്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ പോവാണ് കേട്ടോ. കുഞ്ഞൻ പിന്നെ വഴിയെ പോകുന്ന അമ്മച്ചിമാരോടൊക്കെ കുറേ കഥയൊക്കെ പറഞ്ഞ് ചിരിക്കും കേട്ടോ. അവരും കുറേ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കുഞ്ഞിനും കൂടെ പോയി. അവിടെ ഒരു കുഞ്ഞു കടയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. ബ്രെഡും ബട്ടറും കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു കുഞ്ഞു കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ബ്രെഡ് വാങ്ങി, ബട്ടർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സാധനം വാങ്ങിക്കാൻ നിന്നപ്പോൾ അതാ കുഞ്ഞിൻ്റെ സ്ഥിരം ഹോബിയാണ് എൻ്റെ മുടി വലിച്ച് പൊട്ടിക്കുക എന്നുള്ളത്. കുറേയൊക്കെ കൊഴിഞ്ഞു പോവാത്തതൊക്കെ അവൻ വലിച്ചു പറിക്കും. കണ്ടില്ല. പിന്നെ അത് കാറ്റത്ത് പാർന്ന് കണ്ടപ്പോൾ കുറേ സമയം അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അവൻ്റെ മുഖത്ത് വന്ന് ചേരാൻ വേണ്ടിയിട്ട് അങ്ങനെ വായൊക്കെ തുറന്നതാ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. 5 മിനിറ്റ് കുഞ്ഞിനെ നോക്കിയിരുന്ന മുഖത്ത് നവരസങ്ങളൊക്കെ മിന്നി മയന്നത് കാണാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ബ്രെഡ് വാങ്ങിക്കണമായിരുന്നു, മുട്ട വാങ്ങിക്കണമായിരുന്നു. അപ്പോഴത്തേക്കും കാച്ചുവിൻ്റെ വണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ബാഗ് ഞാൻ പിടിക്കാടാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നത് ബാഗ് ഒരു സിറ്റൗട്ടിലിട്ടിട്ട് ഒറ്റ വലിയാണ്. അതെങ്ങനെയെങ്കിലും ചേർമേലെത്തിക്കും. അപ്പോഴാണ് ഓർത്തത് കാശുവിന് ഇന്ന് ഹിന്ദിയുടെ ടെസ്റ്റ് പേപ്പറായിരുന്നു. വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഞാൻ ഇപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാമെന്ന്. നോക്കിയപ്പോൾ അതാ ഫുള്ള് മാർക്കൊക്കെ ഉണ്ട്. 6-ലായിരുന്നു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നത്. 6-ൽ 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആശാൻ പറഞ്ഞു എനിക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് ഞാൻ വാങ്ങിക്കുന്നുണ്ടല്ലോ, അമ്മ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവപ്പ ഇനി വരുമ്പോൾ എനിക്ക് സൈക്കിൾ മേടിച്ച് തന്നേ പറ്റുള്ളൂ എന്ന്. ശരിയെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവപ്പയുടെ അടുത്ത വരവും കാത്തിരിക്കുകയാണ് കേട്ടോ ആള്. പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. അപ്പോഴേക്കും എനിക്കും കാച്ചുവിനും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയി ഒരു ഗ്ലാസ് ചൂട് ചായയൊക്കെ വെച്ചിട്ടോ. കാച്ചും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമല്ലേ, വരുമ്പോഴേ വിശക്കും. അപ്പോൾ ചായയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടത്തെ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത് ബ്രെഡും ബട്ടറും ആണേ. അപ്പോൾ യൂട്യൂബിൽ ചേച്ചി ബ്രെഡും ബട്ടറും ജാമും കൂടെ കഴിക്കുന്നത് കണ്ടു. അകത്തെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മുറിച്ച് വെക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ജാം ഉണ്ടായിരുന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്തു, ടൊമാറ്റോയുടെ സോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ലൂസ് മോഷൻ വല്ലതും പിടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ബ്രെഡും ബട്ടറും കഴിച്ചിട്ട് ടൊമാറ്റോ സോസ് മിച്ചം വെച്ചിട്ട് എല്ലാവരും എണീറ്റ് പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ.